ശ്രീധേ, ചേലക്കര CPM വിജയിച്ചു. ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് CPM പറയുന്നത്. വീണ്ടും ഒരു 2026 അധികാരം വരുമോ? ജനങ്ങൾക്ക് വീണ്ടും സേവ ചെയ്യാൻ തീർച്ചയായും വരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ KC വേണുഗോപാലിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ചേലക്കര പാലക്കാട് അവരുടെ സിറ്റിംഗ് സീറ്റാണ്, അത് നിലനിർത്തുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. മറിച്ച് ചേലക്കരയിലാണ് യഥാർത്ഥ രാഷ്ട്രീയ മത്സരം നടക്കുന്നത്. ആ രാഷ്ട്രീയ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യുവാനും ഈ കോൺഗ്രസിന് കഴിയുമായിരുന്നുള്ളൂ. പക്ഷെ അതിന് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. വലിയ തോൽവിയാണ് ചേലക്കരയിൽ സംഭവിച്ചിരിക്കുന്നത്. CPMൻ്റെ UR പ്രദീപ് 10,000-ലധികം വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ വിജയം എന്നത് വളരെ ശ്രദ്ധേയമാണ്. മറിച്ച് നാം പാലക്കാടിലേക്ക് വരുമ്പോൾ പാലക്കാട് തുടർച്ചയായി തന്നെ ഇപ്പോൾ CPM 3-ാം സ്ഥാനത്താണ്. പക്ഷേ ഒരു പരീക്ഷണമായിരുന്നു. P. സരിനെ നിർത്തിയുള്ള പരീക്ഷണത്തിൽ CPM ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. കാരണം BJPയും അതോടൊപ്പം തന്നെ 3-ാം സ്ഥാനത്തുള്ള സരിനും തമ്മിലുള്ള വ്യത്യാസം വെറും 2000 വോട്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ സരിൻ്റെ വോട്ടും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. നഗരപ്രദേശങ്ങളിൽ CPM ഇപ്പോൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അവിടെ ഇപ്പോൾ വർഷങ്ങളായി തന്നെ കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും തമ്മിലുള്ള മത്സരം നടക്കുന്നിടത്തിലേക്ക് സരിനെ കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടുന്ന് വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമുള്ളത് തന്നെ ഈ കരുത്തിൽ എന്തായാലും ഇപ്പോൾ തന്നെ ആ റിസൾട്ട് ബലം വരുന്നതിന് പിന്നാലെ തന്നെ കേരളത്തിലാകെയുള്ള കനൽ ഒരു തെരിയായ രാധാകൃഷ്ണൻ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഇത്തരത്തിലായിരുന്നു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല, ഇനി മുഖ്യമന്ത്രിയായാലും ഇനി ഈ പ്രസ്താവനയുമായി രംഗത്ത് വരുമല്ലോ, അപ്പോഴും അദ്ദേഹവും പറയാൻ പോകുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നൊരവസ്ഥയാണ്. ആ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും കഴിയാൻ സാധിച്ചാൽ ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പുകൾ CPM തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാർഡിൻ്റെ വിഭജനമെല്ലാം നടന്നിട്ടുണ്ട്. ഇതെല്ലാ വാർഡുകളും CPMന് അനുകൂലമായ ഒരു രീതിയിലാണ് നിലവിൽ വിഭജനം നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുവേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPMനാണ് വിജയം. ആ വിജയം മികച്ചതാക്കിയാൽ എന്തായാലും 2026 പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി വരും. പൊതുവെ കേരളം എന്ന് പറയുമ്പോൾ നാം തുടർച്ചയായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സംഖ്യകൾ എടുത്തു നോക്കിയാൽ കേരളം എപ്പോഴും ഇടതുപക്ഷത്തിന് സ്വന്തമാണ്. 2006 VS അച്യുതാനന്ദൻ വിജയിച്ചത് 98 സീറ്റിലായിരുന്നു. ആ സീറ്റിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്നൊരു ആഗ്രഹമുണ്ടായി. ഉമ്മൻചാണ്ടി വിജയിച്ചത് വെറും 72 സീറ്റിനാണ്. ഒരു സീറ്റേ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് അപ്പുറത്ത് ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ഒരു MLA ഇപ്പുറത്തോട്ട് ചാടിച്ചിട്ട് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന VS വീണ്ടും മുഖ്യമന്ത്രിയാകാമായിരുന്നു. പക്ഷെ അന്ന് VS സഭയിൽ പറഞ്ഞത് ജനാധിപത്യത്തെ മുൻനിർത്തി അതിന് ബഹുമാനം കൊടുത്തുകൊണ്ട് ഞങ്ങൾ 5 വർഷം പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. വെറും ഒരു സീറ്റായിരുന്നു. അതെ, ഈ 2006 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അന്ന് 98-ലധികം സീറ്റ് ലഭിക്കുന്നു. വീണ്ടും VS വലിയ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അന്ന് ഈ VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. VS അച്യുതാനന്ദൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു എല്ലാവർക്കും പ്രതീക്ഷ. പക്ഷേ ചില മണ്ഡലങ്ങളിൽ അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു. ചില മണ്ഡലങ്ങളിൽ ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയതെല്ലാം ഈ പിണറായി ഭക്തരെയായിരുന്നു. അതെല്ലാം വലിയ തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിയുടെ ഫലമായിരുന്നു VS അച്യുതാനന്ദൻ 2011 ഇലക്ഷനിൽ പരാജയപ്പെടുന്നത്, ആ സർക്കാർ പരാജയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി വെറും 72 സീറ്റായിരുന്നു. അന്ന് 72-68 ആയിരുന്നു. മുഖ്യമന്ത്രി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും നിങ്ങളെ MLA-മാരിൽ ആരെങ്കിലും മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ഈ സർക്കാർ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് VS അച്യുതാനന്ദൻ പലപ്പോഴും കളിയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് CPMൻ്റെ തന്നെ ശെൽവരാജിനെ മറുകണ്ഠം ചാടിച്ച് അത് 73-ലേക്ക് വർദ്ധിപ്പിക്കാനും അന്ന് കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. പിന്നീട് ഉണ്ടായ തെരഞ്ഞെടുപ്പ് അടുത്ത 2016-ലേക്ക് വരുമ്പോൾ പിന്നീട് പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രിയാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് 91 സീറ്റാണ് CPMനുണ്ടായിരുന്നത്.
പിന്നീട് 2021 വരുമ്പോൾ അത് 99 പോവുകയാണ്. അങ്ങനെ നാം ഈ തുടർച്ചയായ എല്ലാ തിരഞ്ഞെടുപ്പും നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ 100 അടിയോ, സെഞ്ചുറി അടിയോ? അല്ല, അത് ഇനി വരുന്നതാണല്ലോ. അങ്ങനെ നാം തുടർച്ചയായി നോക്കിക്കഴിഞ്ഞാൽ CPM ജയിക്കുന്നതെല്ലാം 90 സീറ്റിന് മുകളിലാണ്. ഇപ്പൊ ചേലക്കര CPM ജയിച്ചപ്പോൾ ഉണ്ടായ ഒരു CPM-നുണ്ടായ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടുകൾ ചോർന്നു പോയിട്ടില്ല. പാർട്ടി കോട്ടകൾ ശക്തമാണ്. അതുകൊണ്ട് പാർട്ടിക്ക് 70% സീറ്റ് പാർട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും കിട്ടാമെന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വർക്ക് ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് 70 സീറ്റ് എങ്ങനെ പോയിരുന്നാലും പാർട്ടിക്ക് ജയിക്കാനുള്ള കെൽപ്പുണ്ട് കേരളത്തിൽ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകൾ ആകെ ഒരു തവണ മാത്രമാണ് UDF-ന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടുള്ളത്. 2006 CPM-നാണ് കിട്ടിയത്, അന്ന് 98 സീറ്റ്. അടുത്ത് 2011 UDF-ന് വെറും 72 സീറ്റ്. മറിച്ച് 2016 വരുമ്പോൾ അത് 91 2021 99 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിൽ ഒരു തവണ അധികാരത്തിൽ വന്നപ്പോൾ ചെറിയൊരു സംഖ്യ മാത്രം. അതിനാൽ തന്നെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 70 സീറ്റ് എല്ലാ കാലത്തും CPM-ന് നിരന്തരം നിൽക്കുന്നു. പിന്നീട് തരംഗത്തിൻ്റെ ഭാഗമായാണ് അത് 90-ന് മുകളിലേക്ക് പോകുന്നത്. അത്തരത്തിൽ തന്നെ ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ വീണ്ടും അധികാരത്തിൽ വരാൻ 2026 കേരളത്തിൽ CPM-ന്റെ സർക്കാർ തന്നെ നിലവിൽ വരും. അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചിലപ്പോൾ പിണറായി വിജയൻ തന്നെ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ അത് പിണറായി തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി വരാനുള്ള സാധ്യതയും. അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണോ നമ്മൾ ചേലക്കരയിൽ കണ്ടത്? അതെ, അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു ചേലക്കരയിൽ കണ്ടത്. ആ വിജയം എന്തായാലും ചെറിയ വിജയമല്ല, വലിയ വിജയം തന്നെയാണ്. അത് അധികാരത്തിലേക്കുള്ള വിജയമാണ്. 2019 ശബരിമല പ്രക്ഷോഭകാലത്ത് ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-1 ആ രീതിയിലേക്ക് വീഴുമ്പോൾ എല്ലാവരും പറഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു ട്രെൻഡ് ഉണ്ടല്ലോ, ആദ്യം UDF, അടുത്ത് LDF, ആ രീതിയിലേക്ക് എന്തായാലും കേരളത്തിൽ അന്ന് രമേശ് ചെന്നിത്തല ഉസ്മാനെല്ലാം വിളിക്കുന്ന സീനുകളുണ്ടായിരുന്നല്ലോ. എന്തായാലും ഉസ്മാന്റെ സഹായത്തോടു കൂടി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയാകാമെന്ന രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് തകിടം മറിയുന്ന സാഹചര്യമുണ്ടായി. 99 വളരുകയാണ് CPM-ന്റെ സീറ്റിൻ്റെ എണ്ണം. അതിന് സമാനമായി തന്നെ VD സതീശന് എന്തായാലും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല. അങ്ങനെ ആകാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ചേലക്കര പിടിക്കണമായിരുന്നു. ചേലക്കരയിലാണ് യഥാർത്ഥമായി തന്നെ ഈ രാഷ്ട്രീയ പോരാട്ടം നടന്നത്. ഇപ്പോൾ ലോക്സഭയിലുണ്ടല്ലോ, ലോക്സഭയിൽ ഇപ്പോൾ UDF-ന്റെ കോട്ടകളുണ്ടല്ലോ, മലപ്പുറം, അതോടൊപ്പം തന്നെ ചില മണ്ഡലങ്ങൾ, ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ടല്ലോ. ആ മണ്ഡലങ്ങളല്ലാതെ കണ്ണൂരും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലമെല്ലാം പിടിക്കുമ്പോഴാണ് ഒരു തരംഗവും അതല്ല UDF-ന്റെ വിജയമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷേ ഇപ്പോൾ മലപ്പുറത്തൊന്നും UDF-ന്റെ വിജയം സുനിശ്ചിതമാണല്ലോ. അതുപോലെയായിരുന്നു പാലക്കാടും UDF-ന്റെ വിജയം സുനിശ്ചിതമായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഏത് തെരഞ്ഞെടുപ്പ് നാം നോക്കിയാലും ആകെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കോൺഗ്രസ് പാലക്കാട് പിന്നോട്ട് പോകുന്നത്. അല്ലാതെ നാം ഏത് തിരഞ്ഞെടുപ്പിൽ നോക്കിയാലും കോൺഗ്രസിന് വ്യക്തമായ ലീഡുള്ള ഒരു മണ്ഡലമാണ്. അവിടെ എന്തായാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിജയിക്കും. പക്ഷേ ചേലക്കരയിലാണ് ഈ വർധന നടത്താനുള്ളതായിരുന്നു. പക്ഷേ ആ ചേലക്കരയിൽ LDF വിജയിച്ചിരിക്കുന്നു. ആ ഊർജ്ജം ഉൾക്കൊണ്ട് 2026 ഇലക്ഷനിൽ വീണ്ടും CPM അധികാരത്തിൽ വരും.